ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിനു ശേഷം ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങി കോൺഗ്രസ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിനു ശേഷം ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങി കോൺഗ്രസ്. KPCC നേതൃയോഗം അടുത്തയാഴ്ച ചേരാനാണ് ആലോചന. ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അനൗദ്യോഗിക ചർച്ചയും പാർട്ടിക്കുള്ളിൽ ആരംഭിച്ചു. ചേലേക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന്റെ മുന്നിലെ പ്രധാന അജണ്ട. രാഹുൽ ഗാന്ധി രാജിവെച്ചാൽ വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. ഉപതെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരനെ അനുനയിപ്പിക്കാനും നീക്കങ്ങൾ ആരംഭിച്ചു. ഈ മാസം 12-ന് UDF നേതൃയോഗം, അതിന് പിന്നാലെ KPCC നേതൃയോഗവും ചേരും. പുതുപ്പള്ളിയിലേതിന് സമാനമായി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് UDF ആലോചന. ഒട്ടും വേഗാതെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. മുരളീധരൻ സമ്മതിക്കുകയാണെങ്കിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മറ്റൊരു പേര് ഉയരില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് ഷാഫി പറമ്പിലിന് താല്പര്യം. പ്രതിപക്ഷ നേതാവ് VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കാമെന്ന താല്പര്യക്കാരനാണ്. KPCC വൈസ് പ്രസിഡന്റ് VT ബലറാമിന്റെ പേരും ആലോചനയിലുണ്ട്. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെയാണ് പ്രഥമ പരിഗണന. ആലത്തൂരിൽ വിജയിച്ചെങ്കിലും മന്ത്രി K രാധാകൃഷ്ണന് സ്വന്തം മണ്ഡലമായ ചേലക്കരയിൽ 50,000-നടുത്ത് ലീഡ് മാത്രമായിരുന്നു ലഭിച്ചത്. രമ്യ ഹരിദാസിനെ പരിഗണിക്കാനുള്ള പ്രധാന കാരണം ഇതാണ്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് പരാജയപ്പെട്ടതിന് പിന്നാലെ ഷാനിമോൾ ഉസ്മാനെ അരൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച മുൻ അനുഭവവും പാർട്ടിക്ക് മുൻപിലുണ്ട്. രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്ന പക്ഷം ആര് എന്നതിലും ചർച്ചകൾ ആരംഭിച്ചു. തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണെങ്കിലും മുരളീധരന് സജീവ പരിഗണനയിലുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ പേരും ആലോചിക്കുന്നുണ്ട്.